അച്ഛൻ പോയി കഴിയുമ്പോൾ നികേഷ് ചോദിക്കും, സുഭാഷ് ഏട്ടാ, സുഭാഷ് ഏട്ടനാണോ ഈ പറഞ്ഞത്? ആദ്യമായിട്ടാ സുഭാഷ് ഏട്ടൻ ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നത് കാണുന്നത്. ശ്രുതി പറയും, ഈ ധൈര്യമൊക്കെ ഇന്നലെ കാണിച്ചിരുന്നെങ്കിൽ നിങ്ങളുടെ കല്യാണം നടന്നേനെ. സുഭാഷ് പറയും, ഇനി കഴിഞ്ഞു പോയതിനെ പറ്റി ഒരക്ഷരം നീ മിണ്ടിപ്പോരുത്. നികേഷിനോട് പറയും, നിന്നോട് പറഞ്ഞ കാര്യം നീ പോയി ചെയ്. നികേഷ് വേഗം കടയിലേക്ക് പോവാണ്. നിധിയാണെങ്കിൽ വല്ലാതെ പേടിച്ച പോലെ നിൽക്കും. സുഭാഷ് പറയും, മോൾ പേടിച്ചു പോയോ? ചുമ്മാ. അങ്ങനെ പറഞ്ഞാലേ അച്ഛൻ ഇവിടുന്ന് പോവും. നിധി സുധിയുടെ അടുത്ത് പോയിട്ട് പറയും, അവർ വരുമ്പോൾ വെറുതെ ഓരോന്നും പറയരുത് കേട്ടോ. സുധി കളിയാക്കി പറയും, ഉത്തരവ്. സുനന്ദയുടെ വീട്ടിലെ അച്ഛൻ സാധനങ്ങളൊക്കെ വാങ്ങിച്ച് വരികയാണ്. അമ്മയുടെ അടുത്ത് കൊടുത്തിട്ട് പറയും, നാളത്തേക്കുള്ളതാ. രാവിലത്തെ ഭക്ഷണം വേണമെങ്കിൽ നമുക്ക് ഹോട്ടലിൽ നിന്ന് വരുത്താം. 9 മണിയാകുമ്പോഴേക്കും അവർക്ക് ഇറങ്ങണം. അമ്മ പറയും, ഹോട്ടൽ ഭക്ഷണമൊക്കെ അവർക്ക് കഴിച്ചാൽ മനസ്സിലാവും. ഒരു 25 പേരൊക്കെ അല്ലേ ഉണ്ടാവും, ഞാനും ഉണ്ടാക്കിക്കോളാം. അച്ഛൻ പറയും, അത്രയൊന്നുമില്ല, അവരൊരു 4-5 പേര്, പിന്നെ നമ്മളും. അമ്മ പറയും, അതിനാണോ ഹോട്ടലിൽ നിന്ന് വാങ്ങുന്നത്? അതെനിക്ക് ഉണ്ടാക്കാവുന്നതേ ഉള്ളൂ. അച്ഛൻ പറയും, അവള് ദുബായിലെത്തിയാലേ എനിക്കൊരു സമാധാനമുള്ളൂ. ഇപ്പോഴത്തെ കുട്ടികളുടെ മനസ്സാണ്. അവൾ ഇന്നലെ സുഭാഷിൻ്റെ വീട്ടിലേക്ക് പോയപ്പോൾ തന്നെ ആകെ ഒരു പേടിയായിരുന്നു. ആ സമയത്ത് സുനന്ദ പുറത്തോട്ട് വരികയാണ്. മാറ്റി നിൽക്കുന്നത് കാണുമ്പോൾ അച്ഛൻ ചോദിക്കും, എങ്ങോട്ടാ പോകുന്നത്? അമ്പലത്തിലേക്കാണോ? എങ്കിൽ ഞങ്ങളും വരാം. സുനന്ദ പറയും, നിങ്ങൾ വരണ്ട, ഞങ്ങൾ 2 പേരും മാത്രമേ പോകുന്നുള്ളൂ. അമ്പലത്തിലേക്കല്ല, ഭാസ്കര മാമൻ്റെ വീട്ടിലേക്ക് ചെല്ലാന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഇത് കേൾക്കുമ്പോൾ അച്ഛന് ദേഷ്യം വരും. അച്ഛൻ പറയും, അടിച്ച് നിൻ്റെ കരണ ഞാൻ പോക്കിയും. അവരൊക്കെ കൂടി സുനന്ദയെ കുറ്റപ്പെടുത്താണ്. സുനന്ദ ചോദിക്കും, ഞങ്ങളവിടെ വരെ പോയാൽ എന്താ തെറ്റ്? ഞാനവിടെ പോയപ്പോൾ അശ്വിനെയും കൂട്ടി വരട്ടെ എന്ന് ചോദിച്ചു. സുഭാഷ് ഏട്ടൻ വന്നോളാനും പറഞ്ഞു. ആ സമയത്ത് അശ്വിൻ പുറത്തേക്ക് വരികയാണ്. അശ്വിൻ പറയും, പോവാം. സുനന്ദ പറയും, ഇവർ നമ്മളോട് പൊയ്ക്കോളാൻ പറയായിരുന്നു. ആ സമയത്ത് അശ്വിനൊരു കോള് വരും. അച്ഛൻ പറയും, നീ വെറുതെ നാടകം കളിക്കരുത്. സുനന്ദ പറയും, ഞാൻ പറഞ്ഞു പോയില്ലേ, ഇനി എന്തായാലും ചെല്ലണം. ഇത്തവണ കൂടി സുഭാഷ് ഏട്ടനെ ചതിക്കാൻ എനിക്ക് കഴിയില്ല. അല്ലെങ്കിൽ പിന്നെ അശ്വിനോട് സത്യങ്ങളൊക്കെ പറയണം. ഞാനും സുഭാഷ് ഏട്ടനും തമ്മിൽ പ്രണയത്തിലായിരുന്നു. കല്യാണത്തലേന്ന് കല്യാണം കഴിക്കാൻ ഞാൻ സുഭാഷ് ഏട്ടൻ്റെ അടുത്ത് പോയിരുന്നു. നിങ്ങളവിടെ വന്ന് നാടകം കളിച്ച് എന്നെ കൂട്ടിക്കൊണ്ടുവന്ന കാര്യങ്ങളൊക്കെ അവരോട് പറയട്ടെ എന്ന് ചോദിക്കുമ്പോൾ അശ്വിൻ അങ്ങോട്ട് വരികയാണ്. അശ്വിൻ ചോദിക്കും, എന്ത് പറയട്ടെ എന്നാണ് ചോദിക്കുന്നത്? സുനന്ദ പറയും, പറഞ്ഞു കൊടുക്കാമേ. വലിയച്ഛൻ പറയും, അതൊന്നുമില്ല, അവരുമായിട്ടൊരു സ്വത്ത് തർക്കം ഉണ്ടായിരുന്നു, അത് പറയട്ടെ എന്നാണ് ചോദിക്കുന്നത് അവൾ. അശ്വിൻ പറയും, അതൊക്കെ എല്ലായിടത്തും ഉള്ളതല്ലേ. അതും പറഞ്ഞ് അവരവിടെ നിന്ന് ഇറങ്ങാണ്. സുഭാഷ് ഭക്ഷണമൊക്കെ റെഡിയാക്കി കഴിഞ്ഞു. ഇനി അകത്തൂടെ ഒന്ന് തുടയ്ക്കാനും കൂടെ ഉണ്ടെന്ന് പറയുമ്പോൾ നിധി പറയും, ഞാൻ തുടച്ചോളാം. സുഭാഷ് പറയും, വേണ്ട മോളെ, ഞാൻ തുടയ്ക്കാമെന്ന് പറഞ്ഞിട്ട് സുഭാഷ് അവിടെ തുടയ്ക്കാൻ തുടങ്ങുകയാണ്. സുധിയാണെങ്കിൽ ഓരോ തള്ളു പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. സുഭാഷ് തുടച്ചു കൊടുക്കുമ്പോൾ സുഭാഷ് ഏട്ടാന്നൊരു വിളി വരും. സുധി പറയും, സുനന്ദയാ. സാധാരണ വരുന്ന അതേ വഴിയിൽ സുഭാഷ് പോയിട്ട് അടുക്കളവാതിൽ തുറന്നു നോക്കുമ്പോൾ സുനന്ദയെ കാണും. സുനന്ദയോട് പറയും, എടി, അവനെയും കൊണ്ട് വരുമ്പോഴേക്കും നിനക്ക് നേർവഴിക്ക് വന്നൂടെ, പോയി തിരിഞ്ഞു പോകാമെന്ന് പറയും. അച്ഛനും സുനന്ദയും കൂടെ മുൻവാതിൽ വഴി തിരിഞ്ഞു വരികയാണ്. മുമ്പ് തന്നെ അച്ഛനുണ്ടാവും. സുനന്ദ പറയും, ഇതാണ് ഭാസ്കരൻ മാമ. അച്ഛൻ പക്ഷേ അവരെയൊന്നും മൈൻഡ് ചെയ്യില്ല. നിധി പറയും, അച്ഛാ, അത് അവർ വന്നിട്ടുണ്ട്. അശ്വിൻ ആ ആംഗിൾ എന്ന് പറയുമ്പോൾ അച്ഛൻ പറയും, കയറി വാ മോനെ. അവരെ ഡൈനിങ് ഹാളിൽ കൊണ്ടുപോയി ഇരുത്തുകയാണ്. സുനന്ദ എല്ലാവരെയും പരിചയപ്പെടുത്തി കൊടുക്കും. നിധി ചോദിക്കും, ഭക്ഷണം കഴിച്ചാലോ? സുഭാഷ് അശ്വിനോട് ചോദിക്കും, നിലത്തിരിക്കുന്നില്ലേ, ബുദ്ധിമുട്ടില്ലല്ലോ? അശ്വിൻ പറയും, അതിനൊന്നും കുഴപ്പമില്ല. അവർക്ക് നിലത്തിരുത്തിയിട്ട് വാഴയിലയിൽ ചോറ് കൊടുക്കുകയാണ്. കഴിക്കുമ്പോൾ തന്നെ സുനന്ദ പറയും, എല്ലാത്തിനും നല്ല ടേസ്റ്റാണ്. സുഭാഷ് ഏട്ടൻ ഒരു ചമ്മന്തി അരച്ചവരെ ഭയങ്കര ടേസ്റ്റാണ്. അശ്വിനും പറയും, എല്ലാം കൊള്ളാം, നല്ല ടേസ്റ്റുണ്ട്. ഒറ്റയ്ക്കാണോ ഉണ്ടാക്കിയതെന്ന് ചോദിക്കുമ്പോൾ സുഭാഷ് പറയും, അല്ല, നികേഷും നിധിയൊക്കെ സഹായിക്കാനുണ്ടായിരുന്നു. നിങ്ങളാരും ഇരിക്കുന്നില്ലെന്ന് ചോദിക്കുമ്പോൾ അവർ പറയും, ഞങ്ങൾ കുറച്ച് കഴിഞ്ഞിട്ട് ഇരുന്നോളാം. അച്ഛൻ കഴിക്കുന്നില്ലെന്ന് ചോദിക്കുമ്പോൾ സുധി പറയും, അച്ഛൻ കുറച്ച് കഴിഞ്ഞിട്ടാണ് കഴിക്കാറ്. ഇത് കേട്ടിട്ട് അച്ഛൻ പറയും, കുറച്ച് കഴിഞ്ഞിട്ടോ? അതും പറഞ്ഞ് അച്ഛൻ അവിടെ വന്ന് ഇരിക്കുകയാണ്. സുഭാഷ് പ്ലേറ്റ് കൊടുക്കുമ്പോൾ അച്ഛൻ പറയും, പ്ലേറ്റോ? നിധിയോട് ഒരു ഇലയിട്ട് കൊടുക്കാൻ പറയും. അച്ഛനും അവരുടെ കൂടെ ഭക്ഷണം കഴിക്കുകയാണ്. അച്ഛൻ ചോദിക്കും, അവിടെ എങ്ങനെ ശമ്പളമൊക്കെ? 1 ലക്ഷമൊക്കെ ഉണ്ടോ? അച്ഛനിങ്ങനെ ഓരോന്ന് ചോദിക്കുമ്പോൾ സുധി പറയും, അച്ഛാ, അങ്ങനെ ചോദിക്കല്ലേ എന്ന് പറയും. അശ്വിൻ പറയും, അതിനെന്താ, ശമ്പളം 1 ലക്ഷത്തിന് മുകളിലുണ്ട്. ഇനി മാറി താമസിക്കാൻ ഒരു വീടൊക്കെ നോക്കണം. സുഭാഷ് ചോദിക്കും, അശ്വിൻ്റെ വീട്ടിലാരൊക്കെയുണ്ട്? അശ്വിൻ പറയും, അതൊന്നും ഇവൾ പറഞ്ഞില്ലേ. അച്ഛൻ പറയും, അവൾക്ക് അതൊക്കെ പറയാനേ ഇവിടെ നേരം, അവൾ അതിനൊന്നും അല്ലല്ലോ ഇങ്ങോട്ട് വരുന്നത്. അത് കേൾക്കുമ്പോൾ എല്ലാവർക്കും ഒരു പേടിയാവും. നിധി പറയും, സുനന്ദ സുഭാഷ് ഏട്ടനുണ്ടാക്കിയ ഭക്ഷണം കഴിക്കാനാണ് ഇങ്ങോട്ട് വരുന്നത്, അതാ അച്ഛൻ പറഞ്ഞത്. അശ്വിൻ സുഭാഷിനോട് ചോദിക്കും, ചേട്ടൻ എന്താ കല്യാണമൊന്നും നോക്കാത്തത്? ഈ ചോദ്യം കേട്ടിട്ട് സുനന്ദ സുഭാഷിൻ്റെ മുഖത്തേക്ക് നോക്കി നിൽക്കുകയാണ്. സുഭാഷിനാണെങ്കിൽ പെട്ടെന്നൊന്നും പറയാൻ കഴിയുന്നില്ല.